ഹലോ ഗേയ്സ്, അസ്സാം വലൈക്കും. വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇറ്റ്സ് മീ ഷാജി. അപ്പോൾ നമുക്ക് ഞാൻ ഇപ്പോൾ ഈ റെക്കോർഡ് ചെയ്യണം അന്നത്തെ കേട്ടോ, അന്നത്തെ രാവിലത്തെ എൻ്റെ ഒരു തിരക്കും മക്കൾ പോണതും ഒക്കെ കൂടി ഞാനൊന്ന് വീഡിയോ ആക്കി കാണിച്ചു തരാമെന്ന് വിചാരിച്ചു. അപ്പം ഞാൻ ഒരു 5:30 ഒക്കെ സമയത്താണ് കേട്ടോ എണീക്കാറ്. ചിലപ്പോൾ 4:30 എണീക്കും, പിന്നെ അവിടെ തന്നെ അങ്ങനെ കിടക്കും. പിന്നെ 5:30 എണീക്കും. പിന്നെ ഞാൻ എണീറ്റ പാട് ബ്രഷ് ചെയ്തിട്ട് പിന്നെ മാവ്, ഇത് റെഡിമെയ്ഡ് മാവ് വാങ്ങണം കേട്ടോ. അത് ഫ്രിഡ്ജിൽ നിന്ന് തണുപ്പ് പോകാനൊന്ന് എടുത്ത് വെച്ചു. എന്നിട്ട് പിന്നെ ബാത്റൂമിൽ പോക്കും പിന്നെ നിസ്കാരവും ഇതൊക്കെ കഴിഞ്ഞ് വന്നതിന് ശേഷം നമ്മൾ ഇഡ്ഡലി ഉണ്ടാക്കാൻ പോവാണ് കേട്ടോ. അപ്പോൾ ഈ ഒരു മാവ്, കൈരളിയുടെ ഈ ഒരു മാവ് നല്ല ടേസ്റ്റാണ് കേട്ടോ. ദോശ ഉണ്ടാക്കാനും അതെ, ഇഡ്ഡലിക്കും അതെ, നല്ല സോഫ്റ്റ് ആയിട്ട് കിട്ടും. പിന്നെ വേറെ ഏത് മാവ് മേടിച്ചാലും എനിക്ക് പറ്റില്ല കേട്ടോ. ഈ ഒരു മാവ് തന്നെ പറ്റുള്ളൂ. വേറെ ഏത് മാവ് വാങ്ങിയാലും ഞാൻ പറയും ഇത് ദോശ ശരിയാവണില്ല, അത് ആ മാവായതുകൊണ്ടാണ്, ഈ മാവ് കിട്ടാത്തതുകൊണ്ടാണ്, അങ്ങനെയൊക്കെ പറയും. ഞായറാഴ്ച ദിവസം കിട്ടാൻ ബുദ്ധിമുട്ടാണ്, ബാക്കി എല്ലാ ദിവസങ്ങളിലും ഇവിടെ കിട്ടാറുണ്ട്. അധിക ദിവസം ഞാൻ ഈ റെഡിമെയ്ഡ് തന്നെ ഉണ്ടാക്കാറ്. അപ്പോൾ ഇന്നിപ്പോൾ നമ്മൾ ഇഡ്ഡലിയാണ് ഉണ്ടാക്കാൻ പോണത്, സാമ്പാറും. അപ്പോൾ മോന് അതാ മദ്രസയിലേക്ക് പോവുകയാണ്. അപ്പോൾ അവനിക്ക് ഞാൻ ബൂസ്റ്റ് ഉണ്ടാക്കി കൊടുത്തു. അതിൻ്റെ ഇടയിൽ രാവിലത്തെ തിരക്കാണ് കേട്ടോ ഈ കാണുന്നത്. പിന്നെ അവൻ്റെ വണ്ടി വരാറായി. അപ്പം ഞാൻ വേഗം അവനിക്ക് വണ്ടി വാതിലൊക്കെ തുറന്നു കൊടുക്കുകയാണ് കേട്ടോ. വാതിൽ ലോക്ക് ചെയ്ത് നമ്മൾ തുറന്നിട്ടില്ല. അപ്പോൾ അവൻ്റെ വണ്ടി ഒരു 6:15, 6:30യുടെ ഉള്ളിൽ എന്തായാലും വണ്ടി വരും. അങ്ങനെ ഞാൻ വീണ്ടും കിച്ചണിലേക്ക് വന്നു. അപ്പോൾ എൻ്റെ കിച്ചൺ ഇവിടേക്ക് ഞാൻ ഇറക്കിയെടുത്തതിന് ശേഷം ഇങ്ങനെ കയറി ഇറങ്ങിയിട്ട് ഇങ്ങനെ ഭയങ്കര കാല് കടച്ചിലായിട്ടോ. അപ്പോൾ നമ്മളുടെ അടുപ്പുണ്ടല്ലോ, പുകടുപ്പ് എന്ന് പറയും, ആ അടുപ്പിൻ്റെ അവിടെ ഞാനൊരു ചെറിയൊരു സ്റ്റൗ വെച്ചുതരാൻ പറഞ്ഞിക്കാനോട്. അപ്പോൾ എനിക്ക് കയറി ഇറങ്ങുമ്പോൾ രാത്രിയായ ഭയങ്കര കാല് കടച്ചിലാണ് കേട്ടോ. പിന്നെ എല്ലാ സാധനം എടുക്കാനും താഴത്തേക്ക് ഇറങ്ങി വരണം അങ്ങനെ. അപ്പോൾ അതിൻ്റെ മുകളിൽ ചെറിയൊരു സ്റ്റൗ വെച്ചിട്ട് ഗ്യാസ് പുറത്തേക്ക് വെച്ചിട്ടാണ് കേട്ടോ ചെയ്തിരിക്കുന്നത്. അപ്പം നല്ല സൗകര്യമായി. ഞാൻ അടുപ്പ് കത്തിക്കാറില്ല. അടുപ്പ് വല്ലപ്പോഴും ആരെങ്കിലും കുറേ ആൾക്കാരുണ്ടെങ്കിൽ അപൂർവം ആണ് കേട്ടോ അടുപ്പ് കത്തിക്കുക. അടുപ്പ് കത്തിക്കാതിരിക്കണത് പവറായിട്ടല്ല, ആകെ ഒരു 2 ആൾക്ക് ഒരു ഗ്ലാസ് അരി ഇട്ടിട്ട് വെക്കണം. അപ്പോൾ പിന്നെ അത് അടുപ്പ് കത്തിക്കാൻ ബുദ്ധിമുട്ടാണ്. എനിക്കത്ര വശമല്ല അടുപ്പ് കത്തിക്കാൻ. ഗ്യാസ് ആണെങ്കിൽ പെട്ടെന്ന് എൻ്റെ ഫുഡൊക്കെ ആവും കേട്ടോ. അപ്പം ഞാൻ പരിപ്പും സബോളയും വെളുത്തുള്ളിയും കൂടിയിട്ട് സാമ്പാർ വെക്കാൻ അടുപ്പത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ സാമ്പാറിൻ്റെയും ചട്നിയുടെയും ഒക്കെ റെസിപ്പി വേണമെങ്കിൽ സെപ്പറേറ്റ് കമൻറ്റിൽ ചോദിച്ചാൽ മതി. അത് ഞാൻ സെപ്പറേറ്റ് വെക്കേണ്ടത്. ഇപ്പം ഞാൻ പിന്നെ ധൃതി പിടിച്ചിട്ടാണ് കേട്ടോ ഉണ്ടാക്കണത്. അപ്പം സഫമോള് ഇങ്ങനെ വെയിറ്റ് ചെയ്ത് നിൽക്കുകയാണ്. അപ്പോൾ സമയം ഒരുപാടായി കേട്ടോ. സമയം ഏകദേശം 7 മണി കഴിഞ്ഞു. അവൾക്ക് 7:30 അവൾക്ക് പോകും വേണം കേട്ടോ. ധൃതി പിടിച്ചിട്ടുണ്ട്. അപ്പം അതിൻ്റെ ഇടയിൽ കറക്റ്റ് ഒരു 7 മണിയാകുമ്പോൾ നിസ്കാരമൊക്കെ കഴിഞ്ഞ് ദിക്കറും സ്വലാത്തൊക്കെ കഴിഞ്ഞതിന് ശേഷം കട്ടൻ ചായ വെച്ച് കൊടുക്കും. അപ്പോൾ ആ ചായ വേഗം ഒരു ഇഡ്ഡലി ആയപ്പോൾ ഞാനത് ഇറക്കി വെച്ചിട്ട് ഇക്കാക്കുള്ള ചായ വെച്ചു കേട്ടോ. അതിൻ്റെ ഇടയിൽ നമ്മുടെ കുക്കറിൻ്റെ വിസിലും വന്നിട്ടുണ്ട്. അപ്പം ഇക്കാൻ്റെ ചായ ആയിട്ടോ. ചായ ആയതിന് ശേഷം ഞാൻ വീണ്ടും ഒരു 2 തട്ട് മതി കേട്ടോ. 2 തട്ട് ഇഡ്ഡലി മതി. ഇപ്പോൾ ഒരു തട്ട് ആയി കഴിഞ്ഞിട്ട് രണ്ടാമത്തതും വെച്ചു. പിന്നെ അത് പിന്നെ എപ്പോഴും ഇങ്ങനെ കാണിച്ചു തരേണ്ട ആവശ്യമില്ലല്ലോ. അപ്പം ഇത് ഞാൻ തണുപ്പ് പോയാലേ കേട്ടോ നമുക്ക് ഇഡ്ഡലി ഇങ്ങനെ കിട്ടുള്ളൂ. അപ്പോൾ തണുപ്പ് പോവാൻ വെച്ചിരുന്നു കുറച്ച് ടൈം. അപ്പോൾ തണുപ്പൊക്കെ പോയപ്പോൾ ഇഡ്ഡലിയൊക്കെ നമുക്ക് അടിപൊളിയായി കിട്ടി. കണ്ടില്ല, നല്ല സ്മൂത്താണ് കേട്ടോ, ടമ്പറൊന്നുമില്ല. എല്ലാവരും വിചാരിക്കും നല്ല ഇതാണെന്ന്. അതിൽ നല്ല സ്മൂത്തായിട്ട് കിട്ടും. പിന്നെ ഞാനിതാ സാമ്പാർക്കുള്ള കഷ്ണങ്ങളൊക്കെ വേഗം കുക്കറിൽ തന്നെയാണ് ഒരു വിസിലടിക്കാൻ വേണ്ടിയിട്ട് ഇട്ടേക്കാണ്. പിന്നെ ഞാൻ കല്ലുപ്പ് ഇട്ട് അതിൻ്റെ ഇടയിൽ സാമ്പാർ പൊടി ഇട്ടു, മഞ്ഞൾപ്പൊടി ഇട്ടു. അതിൻ്റെ ഇടയിൽ കായപ്പൊടി ഇടാൻ മറന്നു കേട്ടോ. അത് ഞാൻ ഇനിയിപ്പോൾ അത് ആവിയൊക്കെ പോയതിന് ശേഷം ഞാൻ ഇടുന്നുണ്ട്. എന്നിട്ട് പിന്നെ വേഗം ഒരു വിസിൽ വരാൻ വേണ്ടി വെയിറ്റ് ചെയ്ത്, വിസിൽ പോകാനൊന്നുള്ള ടൈമില്ല. വേഗം വെള്ളത്തിൻ്റെ അടിയിൽ വെച്ചിട്ട് അതിൻ്റെ വിസിലൊക്കെ കളഞ്ഞതിന് ശേഷം വേഗം കറി തൂമിക്കാൻ വേണ്ടി നിൽക്കുകയാണ് കേട്ടോ. അത് ഞാൻ വെണ്ടക്കായ ഒന്ന് എണ്ണയിൽ ചൂടാക്കിയതിന് ശേഷം ഞാൻ അതിലിട്ട് കൊടുത്തു കേട്ടോ. പിന്നെയാണ് നമ്മൾ തൂമിക്കണത്. ഇങ്ങനെ നിൽക്കുന്നുണ്ട് കേട്ടോ അതിൻ്റെ ഇടയിൽ. എന്നിട്ട് അതിൻ്റെ ഇടയിൽ കായപ്പൊടി ഇട്ടു. പിന്നെ ഞാൻ കുറച്ച് പുളിവെള്ളം കൂടി ഒഴിച്ചു. പിന്നെ നമ്മുടെ വെണ്ടക്കായ ഞാൻ ഒന്ന് ചൂടാക്കിയിരുന്നല്ലോ, വെണ്ടക്കായ ഇട്ടിട്ടുണ്ട് കേട്ടോ. പിന്നെ കടുക് പൊട്ടിക്കുകയാണ്. കടുക് പൊട്ടി വറ്റൽമുളക് ഇട്ട് വേപ്പിൻ്റെ ഇല ഇട്ടിട്ട് ഞാൻ വേഗം തൂമിച്ച് സഫമോൾക്ക് ഉള്ള ഇഡ്ഡലിയും സാമ്പാറും വേഗം കൊടുക്കുകയാണ് കേട്ടോ. അങ്ങനെ അത് കുറച്ച് നേരം വെണ്ടക്ക ഇട്ട കാരണം കൊണ്ട് കുറച്ചൊന്നും വേവിക്കാൻ വെച്ച് സഫമോൾ പോയി.
7:30 ആകുമ്പോഴത്തേനും 7:50 അവളെ വണ്ടി കുമ്പിടിത്തെരുവിൽ തൃത്താല കുമ്പിടിത്തെരുവിൽ വന്ന് നിൽക്കും കേട്ടോ. അങ്ങനെ അവളും പോയി മോനും പോയി. പിന്നെ ഞാൻ ഒരു 8:30 വരെ പിന്നെ ഞാൻ ഒറ്റക്കാവും. 8:30 വരെ ഞാൻ പിന്നെ അതിൻ്റെ ഇടയിൽ എന്തെങ്കിലുമൊക്കെ പണികൾ ചെയ്യാണ്ടെങ്കിൽ ചെയ്യും. പിന്നെ കുറച്ച് നേരം ഫോണ് കണ്ടുകൊണ്ടിരിക്കും. അതൊക്കെയാണ് എൻ്റെ ഹോബികൾ. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും വീഡിയോസൊക്കെ ഇഷ്ടപ്പെടുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനൊന്നും മറക്കരുത് കേട്ടോ. ഞാൻ അപ്പോൾ കുറച്ച് ദിവസമായിട്ട് അങ്ങനെ വീഡിയോസും കാര്യങ്ങളൊന്നും ഇങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് വലിയ വീഡിയോസൊന്നും ഇടാറില്ല. ഒരു എന്താണ് തപ്പിപ്പിടുത്തമുണ്ട്, എവിടുന്ന് തുടങ്ങണം എങ്ങനെ എടുക്കണം എന്നൊന്നും മനസ്സിലാവണില്ല. അപ്പം ഞാൻ ഇതാ ബാക്കിലേക്ക് വന്നിട്ട് നമുക്കൊരു ചട്നി ഉണ്ടാക്കാനുള്ള തേങ്ങ പൊളിക്കണം കേട്ടോ. അപ്പം എനിക്ക് തേങ്ങ പൊളിക്കാൻ അറിയില്ല. ഞാനിത് എങ്ങനെ വെച്ചിട്ട് പിന്നെ ഫുള്ളായിട്ടുള്ളത് ഞാൻ കാണിച്ചില്ല, എനിക്ക് പൊളിക്കാൻ പറ്റുന്നുണ്ടാവില്ല. അപ്പം വീഡിയോ ഓഫ് ആക്കിയിട്ട് പിന്നെ ഞാൻ പൊളിച്ചതാണ്. ഇക്ക പോണേന് മുന്നേ കേട്ടോ പൊളിച്ചു തരാറ്. ഇന്ന് ഞാൻ മറന്നതാണ്. അങ്ങനെ ഞാൻ വേഗം വന്നിട്ട് ചട്നിക്കുള്ളതും എന്താ തേങ്ങയും പൊട്ടുകടലും ഒരു കഷ്ണം ഇഞ്ചിയും ഒരു 3 പച്ചമുളക്, ചെറിയ പച്ചമുളകാണ് കേട്ടോ. അങ്ങനെ ചട്നി അരക്കാൻ നിൽക്കുമ്പോൾ കറണ്ട് പോയി. അങ്ങനെ ഇവർ രണ്ടുപേരും ചായ കുടിച്ചിട്ട് അവരും പോയി. അവൻ 9:30 അവനും പോയി. അവൻ്റെ വണ്ടി വരാറാണ്. ഇന്ന് വണ്ടി വന്നില്ല. ഇന്ന് അവൻ വരണ്ട പറഞ്ഞു, ഇപ്പച്ചി കൊണ്ടാക്കി തന്നാൽ മതി പറഞ്ഞു. അങ്ങനെ ഇതാ ചട്നിക്കുള്ള ചട്ടി അടുപ്പത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. അത് ചൂടായതിന് ശേഷം ഞാനിതാ കടുകും വേപ്പിൻ്റെ ഇല ഇട്ട് കൊടുക്കുന്നുണ്ട്. ചട്ടി നല്ല ചൂടായപ്പോൾ വേഗം കടുകും വേപ്പി. ഈ സ്റ്റവ് ആകുമ്പോൾ എന്താണെന്നറിയോ, ഇതിൻ്റെ പഴയ സ്റ്റവ് ഇങ്ങനെ പരന്ന് കത്തുള്ളൂ മുകളിലത്തെ അടുക്കളയിലത്തെ. ഈ സ്റ്റവ് ആകുമ്പോൾ നമുക്ക് പെട്ടെന്ന് ഫുഡൊക്കെ വേഗം ആവുന്നുണ്ട് കേട്ടോ. ഞാൻ കുറേ കാലമായിട്ട് ഇക്കാനോട് ഒരു 10 വർഷം ഇവിടെ വന്ന് ഈ വീട്ടിൽ വന്നതിന് ശേഷം ഒരു 10 വർഷമായിട്ട് വന്നതിന് ശേഷം ഞാൻ എന്നും പറയും എനിക്ക് ഇങ്ങനത്തെ ഒരു സ്റ്റവ് വേണം. അങ്ങനെ അതിപ്പോൾ പ്രാബല്യത്തിലായതൊരു 5-6 മാസം മുന്നെയാണ്. അതുവരെ ഞാൻ അവിടെ ആ സ്റ്റൗവിലായിരുന്നു. അങ്ങനെ നമ്മുടെ ചട്നി റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇത്രയൊക്കെ ഉള്ളു വിശേഷങ്ങൾ. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അസ്സലാമു അലൈക്കും. കുട്ടികൾ രണ്ടുപേരും സ്കൂളിലേക്ക് പോയി. പിന്നെ ഇക്കും ചീനും ഇപ്പോൾ വന്നിട്ട് ചായ കുടിച്ചു. ഇനിയിപ്പോൾ ഞാൻ ഒറ്റക്കാണ് കേട്ടോ. അപ്പോൾ എൻ്റെ വീഡിയോസ് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. ഞാൻ ഇന്നത്തെ രാവിലത്തെ ഒരു തിരക്കാണ് നിങ്ങളിപ്പോൾ ഈ കണ്ടത്. അപ്പോൾ നമുക്ക് വീഡിയോസ് എടുക്കുക എന്ന് പറഞ്ഞാൽ ഭയങ്കര റിസ്ക്കുള്ള കാര്യമാണ്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരാൾ 7:30 പോയി, ഒരാൾ 6:30 മദ്രസയിൽ പോയി, പിന്നെ അവിടുന്ന് അവൻ 8:30 വന്നു, പിന്നെ അത് അവൻ സ്കൂളിൽ പോയി. അങ്ങനെ പിന്നെ ഞാൻ എപ്പോഴും ഇതാട്ടോ സാമ്പാറും ചട്നി ഒരുമിച്ച് എനിക്കിങ്ങനെ വേണം. അപ്പോൾ അവർ കഴിക്കുമ്പോൾ കറണ്ട് പോയിരിക്കുന്നു കേട്ടോ. പിന്നെ കറണ്ട് വന്നിട്ട് ചട്നി അരച്ചിട്ടാണ് ഇപ്പോൾ ഞാൻ കഴിക്കുന്നത്. അപ്പോൾ എല്ലാവർക്കും അസ്സലാമു അലൈക്കും. ഇഷ്ടപ്പെടുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കല്ലേ.